നല്ല ദിവസം നേരുന്നു. കുറേ ദിവസങ്ങൾ കൂടിയാണ് നിങ്ങളോട് പറയുക. ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ 43-ാമത്തെ അധ്യായത്തിലെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 4-ാമത്തെ വചനമാണ്. അത് ഈ വിധത്തിലാണ്: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനും വിലമതിക്കപ്പെടുന്നവനുമാണ് എന്ന് പ്രവാചകനുള്ള ദൈവം പറയുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം, അല്ലേ? നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവർ എന്നെ തിരിച്ചറിയുന്നില്ല, അല്ലെ മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പരാതികൾ, അല്ലേ? പരാതികൾ കൂമ്പാരം കൂടി കിടക്കുകയാണ്. ഒരു കൊച്ചുകുട്ടി മുതൽ മുതിർന്നവർ വരെ എന്ന് പറയുക, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടീനേജേഴ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലേ, അവരെപ്പോഴും പറയുന്ന അപ്പനെയും അമ്മയെയും കുറിച്ചും വീട്ടിലുള്ളവരെ കുറിച്ച് എന്നെ ആരും മനസ്സിലാക്കുന്നു, എന്നോടാരും ചോദിക്കുന്നില്ല, എനിക്ക് എന്ത് വേണം, ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് പോലും തിരക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവർ വീടൊക്കെ വിട്ടു പോവുക. കഞ്ചാവും മറ്റുള്ള കാര്യങ്ങൾ. സ്നേഹം കിട്ടുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, എന്നെ വിലപ്പെട്ടവനായിട്ട് കാണുന്നില്ല, എന്നോട് ചോദിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പിടി പരാതികൾ പലപ്പോഴും ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ പല വഴിക്കും കൊണ്ടുപോകുന്നു. വീടിനോട് താല്പര്യം കുറഞ്ഞു വരുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു കുടുംബമാകുമ്പോൾ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റണം. ഒരു വ്യക്തിയുടെ താല്പര്യമല്ല മറ്റൊരു വ്യക്തിക്ക്. മക്കൾ 3-4 ഉണ്ടെങ്കിൽ ഓരോ മകനും മകളും അവരുടേതായ വിധത്തിലാണ് നമ്മളോട് സംവദിക്കുക, നമ്മളോട് പറയുക, അല്ലെ, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. അവരുടെ കുറവനുസരിച്ച് നമ്മൾ അവരോട് ഇടപെടാനും അവരുടെ പ്രത്യേകത അനുസരിച്ച് മാനിക്കാനും നമ്മൾ പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിലാണ് കുട്ടികളൊക്കെ വലുതാകുമ്പോൾ അവരെ എതിർപ്പും അനുസരണക്കേടും ഒക്കെ മാതാപിതാക്കളോട് കാണിക്കുക. പ്രായത്തിനും കാലത്തിനും അനുസരിച്ച് വളരാനായിട്ട് അവരെ അനുവദിക്കണം. ഈശോയുടെ വളർച്ചയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവൻ നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. 2-ാമത്തെ ലൂക്കായുടെ 2-ാമത്തെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് ഇത് പറയുക. 52-53 തിരുവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും വളരുന്ന വ്യക്തികളെ നമ്മൾ അവരായിരിക്കുന്ന പോലെ അംഗീകരിക്കുക, പ്രത്യേകിച്ച് മക്കളെ. ദൈവം അനുഗ്രഹിക്കട്ടെ.